വി ദ പീപ്പിളിലേക്ക് സ്വാഗതം. BJPയുടെ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക 12 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പരിശോധിച്ചാൽ മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിലാകെ BJP ഇപ്പോൾ പയറ്റുന്ന നിലയിൽ കോൺഗ്രസിനെ പരമാവധി ആകർഷിക്കുക, അവർക്ക് സീറ്റുകൾ നൽകുക, അവരെ ആ നിലയിലേക്ക് BJPയിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രം ഈ ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിലും കാര്യമായി നിഴലിക്കുന്നുണ്ട്, പ്രകടമാണ്. അവിടെയാണ് വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ ദിവസം BJPയിലേക്ക് വന്ന് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് പരസ്യമായും രഹസ്യമായും ഉറപ്പിച്ച PC ജോർജിന് സീറ്റ് നഷ്ടമായപ്പോൾ ആ പാർട്ടിക്കകത്ത് പോരിൻ്റെ പുതിയ ഒരു പ്രതലം തുറന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പല രൂപത്തിലുള്ള സാഹചര്യങ്ങൾ BJPയുമായി ബന്ധപ്പെട്ട് അതേസമയം തന്നെ കോൺഗ്രസ്സുകാരെ കൂടുതലായി BJPയിലേക്ക് ഈ തെരഞ്ഞെടുപ്പോടെയും തെരഞ്ഞെടുപ്പിന് ശേഷവും ആകർഷിക്കാൻ കഴിയും വിധമുള്ളൊരു പാറ്റേണും ഒക്കെ സജ്ജമാക്കിയാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നീങ്ങുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്, വളരെ പ്രകടമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളാണ് വി ദ പീപ്പിൾ ഇന്ന് പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ബിജു മുത്തത്തിയും ഷമി പ്രഭാകറും അതുപോലെ തന്നെ മനുവുമാണ് ചേരുന്നത്. മുത്തത്തി, എന്താണ് BJPയുടെ ഈ പട്ടിക കണ്ടപ്പോൾ തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം? ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉത്തരേന്ത്യയിലാണല്ലോ, കേരളത്തിലല്ലല്ലോ എന്ന് പറയുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പൊതുവെ ആശ്വസിച്ച് നിന്നത്. പക്ഷേ നോക്കിയാൽ അറിയാം, 2 മാസം മുമ്പ് BJPയിലേക്ക് വന്ന ധർമ്മടത്ത് പിണറായി വിജയന് 2021 തെരഞ്ഞെടുപ്പിൽ നേരിട്ട കോൺഗ്രസ് നേതാവ്, അന്നത്തെ UDF സ്ഥാനാർത്ഥി 2 മാസം കൊണ്ട് BJPയുടെ ദേശീയ കൗൺസിലിൽ വരുന്നു, അവിടെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവുന്നു. 1 വർഷം പോലും ആയിട്ടില്ല AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJPയിലേക്ക് വന്നിട്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുന്നു. ഈ 2 സുപ്രധാനമായ സ്ഥാനാർത്ഥിത്വം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത് പോലെ തന്നെ കോൺഗ്രസ്സുകാരെ കൂടുതലായി ആകർഷിക്കുക, അങ്ങനെ അവർക്ക് കൂടുതൽ പവർ നൽകുക, സീറ്റ് നൽകുക എന്ന് പറയുന്ന ഒരു ശൈലി കേരളത്തിലും നടപ്പാക്കാൻ, കോൺഗ്രസിനെ ആകർഷിക്കാൻ BJP ഒരുങ്ങിയതിൻ്റെ ഒരു ലക്ഷണം വളരെ കാര്യമായിട്ട് മുത്തത്തിക്ക് തോന്നിയോ? അതെ, കോൺഗ്രസിൻ്റെ ഒരു താവളം തന്നെയാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. കോൺഗ്രസ്സുകാരെ മറ്റൊരു വിഭാഗത്തെ അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ആരൊക്കെയാണ് BJP ആകുന്നത്? അതൊക്കെ എല്ലാം കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ PC ജോർജിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവിടെ PC ജോർജോ അനിൽ ആൻ്റണിയോ എന്നുള്ളത് ചക്കിയോ ചങ്കരനോ എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അത് തെറി വേണോ അവർക്ക്, തെറിക്കാണോ മാർക്കറ്റ്, അല്ല അയാളുടെ മണ്ടത്തരത്തിനാണോ മാർക്കറ്റ് എന്ന തരത്തിലുള്ള ഒരു ഇതേ ഉള്ളൂ. ഇപ്പോൾ ജോർജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ജോർജിൻ്റെ ഒരു രാഷ്ട്രീയ രീതി തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഇത്തരം പ്രാദേശിക രാഷ്ട്രീയക്കാർക്കൊന്നും പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ദേശീയ പ്രശ്നവും ചർച്ച ചെയ്യേണ്ടതില്ല, എന്തെങ്കിലും പ്രത്യയശാസ്ത്ര പ്രശ്നമില്ല, എന്തെങ്കിലും പ്രതിബദ്ധ രാഷ്ട്രീയം ആരോടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇവർ വേഗം തേടിപ്പിടിച്ച് അവരുടേതാക്കി മാറ്റുകയും എന്നിട്ട് അവരെയും കാലുവാരി കൂടുതൽ മികച്ച, അതായത് അവരുടെ ഒരു മാർക്കറ്റിന് വേണ്ടുന്ന കൂടുതൽ ആളുകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ഒരുപക്ഷെ ജോർജാണോ, ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ജോർജാണോ അതിന് കൂടുതൽ മെച്ചം, അനിൽ ആൻ്റണിയാണോ മെച്ചം എന്നുള്ളതല്ല. പക്ഷേ ഇവരൊക്കെ സ്ഥാപിച്ചെടുത്ത വേറൊരു തരം രാഷ്ട്രീയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പുരോഗമന രാഷ്ട്രീയത്തിന് ബദലായി നീങ്ങുന്ന കുറേ ആളുകളെ വേഗം പിഴുതെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പൂഞ്ഞാറിൽ ഇപ്പോൾ PC ജോർജ് തന്നെ സ്ഥാപിച്ച ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, അയാളെ മണ്ഡലം സ്ഥാപിച്ചെടുത്തത് തന്നെ എന്തെങ്കിലും ഒരു വലിയ വേറെ വിശാലാർത്ഥത്തിലുള്ള രാഷ്ട്രീയമോ ഒന്നും പറഞ്ഞിട്ടല്ല, അവർ സ്ഥാപിച്ചെടുക്കുന്നത് തന്നെ ഒരുതരം ഗുണ്ടാ രാഷ്ട്രീയ സ്വഭാവത്തിലാണ്. അതായത് മുത്തത്തി പറഞ്ഞത് കേരള കോൺഗ്രസിനകത്ത് തന്നെ ഒരു ജോർജ് രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ ശരീരഭാഷ പോലെ തന്നെ ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നു. അത് ഗുണപ്പെടും എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ച BJPക്ക് ഇപ്പോൾ അത് നല്ല കോളായി മാറിയിരിക്കുകയാണ്. ജൂനിയർ മാൻഡ്രേക്ക് സിനിമയ്ക്കകത്ത് ജഗതിയുടെ കയ്യിൽ ഒരു പ്രതിമ കിട്ടത്തില്ല. സത്യത്തിൽ അത് തന്നെയാണ് PC ജോർജ് വന്ന് കയറിയപ്പോൾ BJPയുടെ അവസ്ഥ. കാരണം BJPക്ക് കോള് വരാൻ പോകുന്നതേ ഉള്ളൂ, ജോർജ് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് തുടക്കം മാത്രമാണ്. PC ജോർജിന്റെ വായിൽ നാവ് വെറുതെ കിടക്കില്ല. ഇപ്പോൾ അനിൽ ആൻ്റണിയെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അവസാനം K സുരേന്ദ്രൻ നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് മുൻപ് അനിൽ ആൻ്റണിയെ കുറിച്ച് PC ജോർജ് പറഞ്ഞ 4 വാചകങ്ങൾ പറയും. ഈ ചെറുക്കനെ അല്ലെ, ഇവരെ ഇനി ഓടിയെടുത്ത് പരിചയപ്പെടുത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അനിൽ ആൻ്റണി ഇപ്പോൾ ഒരു രസകരമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബന്ധുവാണെന്ന്. PC ജോർജ് എൻ്റെ ബന്ധുവായിട്ട് വരുന്നു. അല്ല, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൂഞ്ഞാറിൽ പോയി ജോർജിനെ സെറ്റിൽ ചെയ്തിട്ട് വേണം
അവിടെ മണ്ഡലത്തിൽ ഇറങ്ങാൻ ആന്റണിയുടെ മകന് അവിടെ BJPക്ക് വേണ്ടി പ്രചാരണത്തിന് സ്ഥാനാർത്ഥിയെ വോട്ടുപിടിക്കാൻ ജോർജിനെ സെറ്റിൽ ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു അരുണാചലത്തിന്റെ പാത സ്വീകരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം ഒരു വാചകമേ ഉള്ളൂ, ബാക്കി 3 വാചകം. ആദ്യം പറഞ്ഞു ഇനി ഈ ചെറുക്കൻ ഏതാണ്, ഇവനെ ഓടി കിടന്ന് പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. കുറെ നാളായിട്ട് ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏത് കുറ്റിച്ചൂരിനെ നിർത്തിയാലും ഞാൻ പ്രവർത്തിക്കുക. അതാണ് ഏറ്റവും മാരകമായ അടി. സത്യത്തില് PC ജോർജ് വന്നുകൊണ്ട് BJPക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവര് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് കുറേ നീക്കങ്ങൾ നടത്തുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ജോർജിനെ കൂടെ നിർത്തിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പൂഞ്ഞാറിന്റെ വസ്തു അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഒരു സഭ പോലും ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ അനുകൂല ഒരു ചിന്താഗതിയും ജോർജിന് വേണ്ടി അവിടെ ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ ജോർജ് അവിടെ ജയിച്ചിരുന്നത് ഈ ക്രൈസ്തവ വോട്ടുകൊണ്ട് മാത്രമല്ല, SDPIക്കാരെ നന്നായിട്ട് അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് എടുത്തിട്ട് തന്നെയാണ്. പക്ഷേ അവരുമായിട്ട് തെറ്റി, ഒരിടയ്ക്ക് അവരെ പൂരെ തെറി പറഞ്ഞ് അവരുമായിട്ട് വലിയ അലമ്പായി. അപ്പോൾ അതും പോയി. ജോർജിന് സത്യത്തിൽ ആ മണ്ഡലം അവര് ജോർജിനെതിരെ സമരം ചെയ്യുന്ന വളരെ പ്രകോപനപരമായ സമരം നമ്മൾ ഈരാറ്റുപേട്ട കണ്ടതാണ്. ഒരു സ്വാധീനവുമില്ല PC ജോർജിന്. BJPക്ക് നഷ്ടക്കച്ചവടം മാത്രമാണ്. ഇനി ആ വായിലിരിക്കുന്ന കേൾക്കുക എന്ന് തന്നെയായിരിക്കും ഇനി അവർക്കുണ്ടാകാൻ പോകുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് പൂഞ്ഞാറെങ്കിലും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ജോർജിൻ്റെ ആ ജോർജ് ധരിച്ചു വരുന്ന രാഷ്ട്രീയ അപ്രമാദിത്വം ഇടതുമുന്നണി നേരത്തെ ഫിനിഷ് ചെയ്തതാണ്. 2021 കേരള കോൺഗ്രസിൻ്റെ ആ മണ്ഡലത്തിലെ വിജയമൊക്കെ ആ കാലം മുതൽ ഇങ്ങോട്ട് ആ ഗ്രാഫ് ഇങ്ങനെ ജോർജ് വല്ലാതെ, കാരണം മുന്നണികൾ മാറി മാറിയൊക്കെ നിന്ന് നോക്കി, ഒറ്റയ്ക്ക് പറ്റി നോക്കി, BJPയുമായിട്ട് ഒന്ന് നേരത്തെ സഹകരിച്ചു, വീണ്ടും പോന്നു, വീണ്ടും ചേരുന്നു. മോദിയെ തന്നെ എന്തെല്ലാം നേരത്തെ പറഞ്ഞു. ആ മോദിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് പോകുന്നുണ്ട്. ഇപ്പം മോദിയെ ആരാധനയോടെ ജോർജ് കാണുമ്പോൾ ആ ജോർജ് മോദിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൂഞ്ഞാറ് വരുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ. അതുകൊണ്ടാണ് പത്തനംതിട്ട എന്നൊരാഗ്രഹം ചിലർക്കെങ്കിലും തോന്നാം. കോട്ടയത്തുകാരൻ ജോർജിന് എന്താണ് പത്തനംതിട്ട മണ്ഡലത്തോട് ഇത്ര ആഗ്രഹം? കാര്യം ഇത്രയേ ഉള്ളൂ, പൂഞ്ഞാറ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് വരുന്നത്. ഷമി, അവിടെ ജോർജ് യഥാർത്ഥത്തിൽ ജോർജിന് വിലപേശാനാകുമോ? അപ്പോൾ ഇന്നിപ്പോൾ കണ്ടൊരു പ്രധാന കാര്യം, ജോർജിനെ K. സുരേന്ദ്രൻ താക്കീത് ചെയ്യുന്നു എന്നാണ്. ഷമി ശ്രദ്ധിച്ചോ? അത് എന്തോ വലുത് വരാനുണ്ട് സുരേന്ദ്രൻ. PC ജോർജ് എന്ന് പറയുന്നത് ആള് നിസ്സാരക്കാരനൊന്നുമല്ല. 33 വർഷം ഷമി വളരെ വളരെ കുറച്ചുകൂടെ വിപുലമായി ജോർജിനെ കാണുന്ന ആളാണ്. 33 വർഷം കേരള നിയമസഭ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. മന്ത്രി ആവണമെന്നായിരുന്നു പുള്ളിയുടെ ഒരു വലിയ ആഗ്രഹം. അത് പക്ഷേ KM മാണി ചീഫ് വിപ്പ് സ്ഥാനം കൊടുത്ത് അങ്ങ് ഒതുക്കി. പിന്നീട് പുള്ളി അതിൽ നിന്ന് വരുന്നു. എനിക്ക് തോന്നുന്നു സ്വതന്ത്രനായി നിന്ന് 2016 10-25,000 വോട്ടിന് ജയിച്ച് കയറി വന്ന ആളാണ് PC ജോർജ്. പക്ഷെ വായിലെ ഈ നാക്കിൻ്റെയും വികട സരസ്വതിയുടെയും ഒരു വിളയാട്ടം കൊണ്ട് കേരളത്തിൽ ഒരു മുന്നണിയിലും പുള്ളിയെ അടുപ്പിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങോട്ട് ചെന്ന് കയറി BJPയിൽ ഞാൻ തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെന്ന് സ്വയം പ്രഖ്യാപിച്ച്. നമുക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ആദ്യത്തെ ദിവസം പിന്നെ തോമസ് ഐസക്കും ആൻ്റണിയും പോയ ദിവസം പുള്ളി ഇവിടുന്ന് പെട്രോളും ഒക്കെ അടിച്ച് വണ്ടി വിട്ട് അവിടെ ചെന്ന് പിന്നെ ഞാൻ തന്നെ ഇവിടെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അന്ന് പോരുന്നത്. അപ്പം പുള്ളി എനിക്കറിയാം ഡൽഹിയിൽ പുള്ളി വന്ന് പിന്നെ അമിത്ഷായെ കാണണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നേ പുള്ളി അവിടെ പിന്നെ ഉള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ പത്തനംതിട്ടയിൽ എനിക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിയുടെ പാർട്ടി ഞാൻ സ്നാനം ചെയ്ത് BJPയിലേക്ക് പോയത്. അല്ല, അവരാഗ്രഹിക്കുന്ന പോലെ തന്നെ കാരണം കേരളത്തിൽ BJP ദേശീയ തലത്തിൽ തന്നെ കാണുന്ന മൊത്തത്തിൽ ഒരു കാര്യം, ക്രൈസ്തവ ന്യൂനപക്ഷത്തെ, ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്തുക എന്നതിന്. പക്ഷേ കേരളത്തിൻ്റെ ഒരു ക്രൈസ്തവ വിവിധ സഭാ നേതൃത്വങ്ങളാകട്ടെ വിശ്വാസികളാകട്ടെ ഒന്നും ആ നിലയിലേക്ക്, പ്രത്യേകിച്ച് മണിപ്പൂരൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യാൻ വലിയ വിമർശനവും അമർഷവും രോഷവും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. വിചാരിച്ച പോലെ മുന്നോട്ട് പോകാനായില്ല. പകരം കിട്ടിയത് PC ജോർജിന്. എങ്കിൽ ജോർജ്. പക്ഷേ അതിൽ മൊത്തത്തിൽ ഒരു കാര്യം കാണണം, നന്നായി പണിയെടുത്തു. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് വലിയ അധ്വാനമാണ് ഈ അടുത്ത കാലത്ത് ചെയ്തത്. പക്ഷേ അതിനും BJP ഒരു മര്യാദ കാണിച്ചില്ല എന്ന് ജോർജിന് തോന്നിയ തെറ്റ് പറയാനില്ല. പക്ഷേ കാരണം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്വേഷം 2022 ഇവിടെ അനന്തപുരി ഒരു ഹിന്ദു മഹാസഭയിൽ വെച്ചിട്ടുള്ള ഒരു മുസ്ലിം വിദ്വേഷ പ്രസംഗത്തെയാണ് ഞാൻ കൂടുതൽ കുറച്ചും കൂടി അതിശക്തനായ BJPയിലേക്ക് വരികയാണെന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഇയാളൊരു മോഹം പറയേണ്ട, ഈ പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം സംസാരിക്കുക അയ്യപ്പന് വേണ്ടിയായിരിക്കും. ഇയാളിങ്ങനെ ചെകഞ്ഞിടുന്നതൊക്കെ ഇങ്ങനെ ഈ ഒരു ഇതാണ്. അതായത് ഒരു വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു കനൽ ഇങ്ങനെ ഈ കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടിട്ട് അത് മുമ്പ് ഇയാളൊരു തെറി രാഷ്ട്രീയം അല്പം ആണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് മാറിയാണ്. ആ ഒരു തെറി സ്വഭാവത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ സുരേന്ദ്രൻ അധികം അങ്ങനെ തെറി പറയേണ്ടതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അയാൾ തെറി രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് ഇങ്ങനെ മുക്തനായി വരികയാണ്. കാരണം അങ്ങനെയാണ് ഇയാൾ രൂപപ്പെടുക. ഒരു ഗുണ്ട സ്വഭാവത്തിലുള്ളൊരു രാഷ്ട്രീയം ആണ് ഈ പൂഞ്ഞാറൊക്കെ അയാൾ സൃഷ്ടിച്ചതെന്ന് തോന്നുന്നു നമുക്ക്. കാരണം അതായത് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആവശ്യമായി വന്നാൽ അപ്പം തന്നെ മുണ്ടും മാടിക്കുത്തി അത് നന്മതിന്മകളൊന്നും നോക്കാതെ അങ്ങ് ഇറങ്ങുന്ന ഒരു ആളാണ്.
അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായ ഒരു ഗുണ്ടയുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമാണ് PC ജോർജ് ജയിപ്പിച്ചവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു പക്ഷേ കുറച്ച് റേറ്റിംഗ് കുറയും, ഗുണ്ടകൾക്ക് പൊതുവെ പറഞ്ഞു. ആ രീതിയിലുള്ള ഒരു ഗുണ്ടയെ കൂടി ഒരു കിട്ടിയതുപോലുള്ള, പക്ഷെ ഇതൊക്കെ ആസ്വദിക്കാനൊരു സമൂഹവും ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഇത്തരം കോമാളി രാഷ്ട്രീയക്കാരെ ഒരു അവരെടുക്കില്ല, ഉള്ളിലേക്ക് എടുക്കില്ല, പക്ഷേ ആസ്വദിക്കും. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനൊക്കെ ആസ്വദിച്ചു. പക്ഷേ അവരുടെ വിചാരം എന്താ അറിയോ, ഞങ്ങൾ പറയുന്നത് കേൾക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും കുറെ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഈ PC ജോർജിന്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാലേ പുള്ളി അല്ല ഒന്നാന്തരം വർഗീയ പരാമർശങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ BJP-ക്കാർ പോലും നടത്തിയിട്ടില്ലാത്ത വർഗീയ പിന്നെ മുസ്ലിം സമുദായത്തിനെതിരെ ഏറ്റവും മോശപ്പെട്ട പരാമർശമാണ് SNDP-ക്കെതിരെ. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും പിന്നെ തുഷാർ വെള്ളാപ്പള്ളി ഇയാളെ വളഞ്ഞിട്ട് പിടിച്ചത്. പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ വർഗീയ പരാമർശം നടത്തി. ഇവിടെ ഹിന്ദു ഇപ്പം മുത്തത്തി പറഞ്ഞ ഹിന്ദു ഇവിടെ വന്ന് ഇയാൾ അന്യായമായ മുതലെടുപ്പിനുള്ള ശ്രമം അവിടെ നടത്തി. പക്ഷേ ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ട് ഈ വലയിൽ വീണില്ല എന്നുള്ളത്. ഒരു അവസരം കിട്ടിയാൽ നല്ല ഒന്നാം തരം വിളഞ്ഞ വർഗീയവാദിയാണ് താനെന്ന് പ്രൂവ് ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ് ഈ പിന്നെ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും. ആ കാര്യം BJP-ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പൊതു ബോധ്യത്തിലേക്ക് മതനിരപേക്ഷ കാഴ്ചപ്പാടിലേക്കും BJP-ക്ക് വളരാൻ കഴിയാതെ വരുമ്പോൾ BJP-ക്ക് ഇവരെയൊക്കെ ആശ്ലേഷിക്കേണ്ടി വരുന്നുണ്ട്. അവരാഗ്രഹിച്ച തരത്തിലേക്കുള്ള കൂട്ടുകെട്ടുകൾ കിട്ടാതെ വരുമ്പോൾ ജോർജ് എങ്കിൽ ജോർജ് എന്ന നിലയിലേക്ക് പോകുന്നു. പക്ഷേ അത് ഒരു തരത്തിലും അവർക്ക് പോലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ നല്ലതുമാണ്. ഈ സഹകരണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിന് കുറച്ചുകൂടി മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടാൻ യഥാർത്ഥത്തിൽ ഈ കോമ്പിനേഷൻസ് വേണ്ടത് കൂടിയാണ്. വ്യക്തത വരും. യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനും PC ജോർജും ഒക്കെ കൂടി നയിക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളം മുന്നണി ഇതാണ് എന്ന് വരുന്നത് എപ്പോഴും യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കേരളത്തിൻ്റെതായ ഒരു ബദൽ രാഷ്ട്രീയത്തെ കുറെ കൂടി മൂർച്ച കൂട്ടുന്നതിന് ഗുണകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞ മനു, ഇന്ന് ഈ പറഞ്ഞ അതേ ഘട്ടത്തിൽ നമ്മളുടെ ഇയാളുണ്ടല്ലോ തുഷാർ വെള്ളാപ്പള്ളിയും കണക്ക് തീർത്തിട്ടുണ്ട്. കിട്ടിയ സമയത്ത് നന്നായി. അല്ല, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല. അനിൽ ആന്റണിയെ സംബന്ധിച്ച് ഇനി ഡോക്ടർ ഐസക്കിനെ നേരിടണം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നേരിടണം, PC ജോർജിനെ നേരിടണം. ഇപ്പോൾ പോയി കെട്ടിപ്പിടിച്ചതൊക്കെ പറയും. പക്ഷേ PC ജോർജ് അങ്ങനെ വെറുതെ വിടുന്നില്ല. കാരണം ശരിക്കും ആഗ്രഹിച്ചിരുന്നതാണ് പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയാകാമെന്ന് ആത്മാർത്ഥമായി. ഒന്നും നടന്നില്ലെങ്കിൽ അവിടെ ഷോണിനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്നായിരുന്നു പുള്ളി ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇത് രണ്ടും നടന്നില്ല. കാരണം നിയമസഭയിലേക്ക് ഇനി ഒരു വരവുണ്ടാകില്ല, അല്ലെങ്കിൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ഞാൻ 100% ഉറപ്പിച്ച് പറയാം, നിയമസഭയിലെ PC ജോർജ് ഇനി ജന്മത്ത് പൂഞ്ഞാറിൽ നിന്ന് ജയിക്കില്ല. കാരണം അവിടുത്തെ ഒരു സാഹചര്യം കംപ്ലീറ്റ് മാറിപ്പോയി. എൻ്റെ നാടിനോട് അടുത്ത് കിടക്കുന്ന മണ്ഡലം കൂടിയാണ് പൂഞ്ഞാർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ ആകെ BJP-യുടെ കൂടെ കൂടി കഴിഞ്ഞ തവണ സുരേന്ദ്രൻ കുറച്ച് ഓട്ടൊക്കെ അവിടെ പിടിച്ചൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ശബരിമലയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കാന്നാണ് പുള്ളി കരുതിയത്. പക്ഷെ അത് കംപ്ലീറ്റ് തെറ്റി. ആ ദേഷ്യം മുഴുവനുണ്ട്. അതിപ്പോൾ സുരേന്ദ്രൻ താക്കീത് ചെയ്തിട്ടുണ്ട്, നാക്ക് വായിൽ കിടക്കണം, നാക്ക് ശരിയല്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിന് ചിരിക്കാൻ ഒരുപാട് വകകൾ. അതെ, സുരേന്ദ്രനോട് എങ്ങനെയായിരിക്കും ജോർജ് മറുപടി പറയുക എന്നുള്ളതൊക്കെ ഇതിലൊരു കൗതുകകരമായി. ഇപ്പോൾ ആദ്യം ഒരു കുറച്ച് മയം ഉണ്ടാവും. കാരണം ഒന്ന് BJP-യുടെ ഇതിലോട്ടൊക്കെ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഓർത്ത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം ആ കെട്ടുപൊട്ടും, ഒരു സംശയവും വേണ്ട. ഈ ഷെയ്ന് ഈ ഓവർ ടൈം പണിയെടുത്തതിന്റെ പിന്നിൽ പോലും ഈ ഒരു ലക്ഷ്യവും ഈ ഒരു ധൈര്യവും. അല്ല, ഈ കാലത്ത് ഇപ്പോൾ പഴയ കോൺഗ്രസ് ദീർഘകാലം ഇങ്ങനെ രാജ്യം ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ദേശീയ തലത്തിൽ നിന്ന് കിട്ടുന്ന സഹായം, സ്ഥാനാർത്ഥികൾ ജയവും തോൽവിയും രണ്ടാമതാണ്. സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. കാരണം അതോടുകൂടി ലഭിക്കുന്ന ഒരുപാട് സാധ്യതകളുണ്ട്, സാമ്പത്തിക സഹായങ്ങളുണ്ട്, ഇതെല്ലാം വരും. കാരണം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതൊക്കെ ലഭിക്കാൻ നല്ല വഴിയാണ്. ഏതാണ്ട് ആ അവസ്ഥ BJP-യെ സംബന്ധിച്ചിട്ടുണ്ട്. BJP ജയപരാജയമൊന്നുമല്ല. കേരളത്തിലെ ഏത് സീറ്റിലാണെങ്കിലും നമുക്ക് ഈ വരുന്ന പേരുകളൊക്കെ നോക്കി അറിയാം. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ വന്ന് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സീറ്റ് കിട്ടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ നിലയിലുള്ള ഒരു ബാക്കിംഗ് അന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട്, കിട്ടുന്നൊരു കാലമാണ്. പിന്നെ മനു നേരത്തെ പറഞ്ഞില്ല, ഒരു കാര്യം കൂടിയുണ്ട്. PC ജോർജ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനെടുത്ത പണി, മകനെ ഉപയോഗിച്ച് നടത്തിയ ഓവർ ടൈം പണിയെല്ലാം വെള്ളത്തിലായി. ഒരു ചാനലിൻ്റെ ഒരു പരിപാടിയിൽ ജോർജ് പറയുന്നൊരു കാര്യമുണ്ട് അവതാരകനോട്. അതായത്, ഞാൻ ഡൽഹിയിൽ കാണുമെന്ന്, ഞാൻ പാർലമെന്റിൽ പാസ് എടുത്ത് തരാം, നിങ്ങൾ വേണമെങ്കിൽ 2 ദിവസം അവിടെ ഇനിയിപ്പോൾ പാസ് എടുത്ത് സന്ദർശക ഗാലറിയിൽ ഇരിക്കാം, അതല്ലാതെ വേറൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല.
വലിയൊരു ഇച്ഛാഭംഗത്തിന്റെ ഒരു കാഴ്ചയാണ് ജോർജിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞ BJP സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നോക്കുമ്പോൾ ഒന്നിപ്പോൾ ഈ കാസർഗോഡ് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ നേതൃത്വം തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. ഇതിപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം കൃഷ്ണദാസ് ഒക്കെ ആ മണ്ഡലത്തിന് വേണ്ടി വാശി പിടിച്ചിരുന്നു. അവരെ സംബന്ധിച്ച് അത്യാവശ്യം ഈ കർണാടകത്തിന്റെ അതിർത്തിയോട് ചേർന്നുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി വോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് എന്ത് സമവാക്യമാണ് എന്ന് മനസ്സിലാകുന്നില്ല പലർക്കും. ഒപ്പം തന്നെ നേരത്തെ തുടങ്ങിയപ്പോൾ ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP അതിലെ ആ പട്ടിക നോക്കുകയാണെങ്കിൽ അനിൽ ആന്റണി ഇപ്പോൾ BJPയിൽ എത്തി നിൽക്കുന്ന അനിൽ ആന്റണി ആരായിരുന്നു? AK ആന്റണിയുടെ മകൻ. അതോടൊപ്പം തന്നെ അവരുടെ മീഡിയ കോർഡിനേറ്റർ ഒക്കെ ആയിരുന്നില്ലേ. അബ്ദുൾ സലാം നമ്മുടെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി, ലീഗിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ധർമ്മടത്ത് മത്സരിച്ച രഘുനാഥ്, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായി പ്രചരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ മനുഷ്യൻ ഈ മനുഷ്യന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അവസാനം രഘുനാഥ് ഉണ്ടായില്ല. മുത്തത്തിയുടെ നാട്ടുകാരനാണ്. അതെ അതെ, മുത്തത്തിയുടെ അയൽപ്പക്കാരനാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടൊരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ, കാരണം ജയവും തോൽവി എന്തുമായാലും തോൽവി ഉറപ്പാണ് ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ, പക്ഷേ അവിടെ മത്സരിക്കുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്. കാരണം എതിരാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എതിരിടുന്നത് എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ധർമ്മടത്ത് മത്സരിച്ച് കേരളം മുഴുവൻ ശ്രദ്ധിച്ച് തികഞ്ഞ കോൺഗ്രസ്സുകാരനായി നിന്ന ഒരാൾ 2 മാസം കൊണ്ട് ഏറ്റവും വലിയൊരു സീറ്റ് ഉറപ്പിക്കുകയാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതൊരു അദ്ദേഹം മാത്രമല്ല, അതൊരു ക്യൂ ആണ്, ഒരു ലക്ഷണമാണ്. അതെ, അതിന്റെ പിന്നാലെ ഇനിയും ക്യൂവിലുള്ള ആളുകളുണ്ട്. പക്ഷെ അതിന്റെ വേറൊരു വശമുണ്ടായി. ഇപ്പം കൊല്ലം എന്ന് പറയുന്ന ഒരു മണ്ഡലം BJPയുടെ A ക്ലാസ് മണ്ഡലമോ B ക്ലാസ് മണ്ഡലമോ ഒന്നുമല്ല, അത്ര വലിയ തന്ത്രപ്രധാനമായ മണ്ഡലമൊന്നുമല്ല. പക്ഷേ ഈ 12 സീറ്റ് പ്രഖ്യാപിച്ച കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJP തയ്യാറായിട്ടില്ല. അതിൻ്റെ വേറൊരു വശമാണത്. അവിടെ UDF സ്ഥാനാർത്ഥിയെ എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ളത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ BJP വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നു. കൊല്ലം ഈ പറയുന്ന പോലെ സാമുദായിക സമവാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ വരേണ്ട, അല്ലെങ്കിൽ BJP സ്വാഭാവികമായിട്ടും കൊണ്ടുവരേണ്ടെന്ന ഒരു BJP സ്വാഭാവികമായും കൊണ്ടുവരാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അതൊരിക്കലും അവിടെ വന്നിട്ടില്ല. ഈ പ്രാവശ്യവും ഈ പറയുന്നത് പോലെ എങ്ങനെ UDFന്റെ സ്ഥാനാർത്ഥിയെ സഹായിക്കാം എന്ന് ഗവേഷണം ചെയ്തിട്ട് അതിനുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലാതെ അവിടെ ഈ കാസർഗോഡൊക്കെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു UDF സ്ഥാനാർത്ഥിയെ സഹായിക്കാനുള്ള വേറെ എന്തെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങളാണോ, ഏതൊക്കെ തരത്തിലുള്ള അന്തർധാരയാണ് നമുക്ക് അറിയില്ല. നമ്മുടെ മുമ്പിൽ ചരിത്രപരമായി കോലീബിയുടെ വളരെ കൃത്യമായ അനുഭവ പാഠങ്ങളുള്ള കേരളത്തിന് മുമ്പിൽ, കേരളത്തിൽ ഇരു കൂട്ടരുടെയും മുൻപിലെ ഒരു പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് CPIM ആണ്. ഇടതുവിരുദ്ധതയാണ്. ആ നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ അന്ന് മുത്തത്തിയില്ല, ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ മനസ്സിലാകാതെ പോകുന്നുണ്ട്. തങ്ങൾ മനസ്സിലാകാതെ പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാകുന്നുമില്ല. കാരണം കേരളത്തിൽ CPIMനോട് മാത്രം ഫൈറ്റ് ചെയ്യുക എന്നൊരു നില വരുമ്പോൾ BJPയോട് അടുത്ത് നിന്നുകൊണ്ട് ഒരേ ശൈലി പിന്തുടരുന്നത് പലപ്പോഴും അവരുടെ നേതാക്കൾക്ക്, ആ നേതൃത്വത്തിനും സംഭവിക്കുന്ന വലിയ പിഴവാണ്. ഇവിടെയും ഈ വിഷയത്തിൽ അത് വളരെ പ്രകടമായി സംഭവിക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികളുടെ വരവ് അത് പലതിലും വലിയ സംശയങ്ങൾ നിൽക്കുന്നു. മാത്രമല്ല, മുത്തത്തി കരുതുന്നത് എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ ഇപ്പോൾ തന്നെ വളരെ സജീവമായി കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ദേശീയ തലത്തിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിത്വം കൂടിയൊക്കെ വരുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ പലരുടെയും മനസ്സിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ക്യൂ ആയിട്ടുണ്ട്, ഒരു അദൃശ്യമായിട്ടുള്ള ക്യൂ ആയിട്ടുണ്ട്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോരാളായിട്ട് തെളിഞ്ഞു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു യാത്ര അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു വിഷയവും കൂടിയാണ്. ഇത് അധികാരമില്ലാതെ അല്ലെങ്കിൽ എത്ര കാലം ഈ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാം. അല്ല, അവിടെയാണ് കെ സുധാകരന്റെ വളരെ ചരിത്രപ്രസിദ്ധമായ വാചകമുള്ളത്. എനിക്ക് തോന്നിയാൽ ഞാൻ BJP പോകും എന്നുള്ളതാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഷാഹിക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞ സ്വയം ആത്മവിശ്വാസത്തോടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു CV-യിലെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായിട്ട് രേഖപ്പെടുത്താവുന്ന. അല്ലാതെ മൊത്തത്തിൽ അവർക്കുണ്ട്. അതായത് പിണറായി വിജയന്റെ കൂടെ ചായ കുടിക്കാൻ പോയ ഒരുത്തരും പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞ കെ മുരളീധരൻ, പ്രധാനമന്ത്രിയുടെ കൂടെ ചോറുണ്ണാൻ പോയ പ്രേമേന്ദ്രനോട് എടുത്ത നിലപാട് എന്തായിരുന്നു? ആ പ്രേമേന്ദ്രന്റെ കൂടെ ചോറുണ്ട BSPയുടെ MP ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? BJP രണ്ടാഴ്ച തികച്ച് ആവുന്നതിന് മുമ്പ് മുരളീധരന് അത് പറയേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം. ഞാൻ നമ്മളെ ഇതിന്റെ അകത്തെ ഇപ്പോൾ സംസ്ഥാന ദേശീയ തലത്തിൽ എടുത്തു നോക്കിയാൽ 10-20 മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ BJPയുടെ ഭാഗമായിട്ട്. ഇന്നിപ്പോ ഗുജറാത്തിലെ വർക്കിംഗ് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത് കേരളത്തിലെ ആൾക്കാരും മാനസികമായി നാളെ ഞാൻ അങ്ങോട്ട് പോകേണ്ടതാണ്. എന്റെ കേട്ടോ മൊത്തത്തിൽ ഇവര് രണ്ടുപേരും പറഞ്ഞപ്പോ എനിക്ക് തോന്നി അറിയോ,
കേരളത്തിലെ ചില കോൺഗ്രസ്സുകാരെങ്കിലും നേതാക്കളെങ്കിലും രഘുനാഥിനോട് പിന്നീട് വിളിച്ചു നോക്കി, രഘുനാഥ് എങ്ങനെയുണ്ട് അല്ലേ, സംഗതി കൊള്ളാമോ എന്ന് ചോദിക്കും. പറ്റുന്നതാണോ? ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരക്ഷരം BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ, ഇവിടെ പിണറായി വിജയനെ പിന്നെ എപ്പോഴും വിമർശിക്കാൻ ഒരു വലിയ ഉത്സാഹമാണല്ലോ, പക്ഷെ നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം. പക്ഷെ ഞാൻ പിണറായിയെ വിമർശിക്കുമ്പോഴാണ് ഇവർ മോദി എന്ന വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. വേറെ അതെ, പിണറായിയെ വിമർശിക്കാൻ വേണ്ടി പറയുമ്പോൾ പറയുന്ന ഒരു വാക്ക് ആ വഴിക്ക് സൈഡിൽ കൂടെ ആ സൈഡിലൂടെ പറയുന്ന ഒരു വാക്ക് പക്ഷേ അത് മൊത്തത്തിൽ അവരുടെ ഈ മാനസികാവസ്ഥ കേരളത്തിലെന്നല്ല ദേശീയ തലത്തിൽ തന്നെ BJP അത് വളരെ തന്ത്രപരമായി എടുക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഇനി കോൺഗ്രസിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പ് വരുത്തി കഴിഞ്ഞു. നിങ്ങൾ വരുന്നവർക്കെല്ലാം കൃത്യമായി മുഖ്യമന്ത്രി സ്ഥാനം തൊട്ട് ഇങ്ങോട്ട് ഉന്നത സ്ഥാനങ്ങൾ നിങ്ങൾ. അല്ല, അതിൽ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പക്ഷേ ഇതിനിടയിലും വളരെ തിരിച്ചറിവോടെ PS ശ്രീധരൻപിള്ള ഗോവ ഗവർണർ പറഞ്ഞൊരു വാചകം കാണാതെ പോകരുത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജഗോപാൽ ഒരു സത്യം പറഞ്ഞപ്പോൾ ഇവിടെ വലിയ പുകിലായിരുന്നു. നിങ്ങളെല്ലാവരും സ്വർണ്ണക്കള്ളക്കടത്തും കാര്യങ്ങളും പറഞ്ഞിങ്ങനെ നടക്കുന്നു, പക്ഷേ ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തുന്നു, ജനങ്ങൾ സർക്കാരിനോട് അടുത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പരാമർശം വലിയ പ്രശ്നമുണ്ടായി. പക്ഷേ വസ്തുത എന്താണെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടു. ഇന്നത്തെ ശ്രീധരൻപിള്ള പറഞ്ഞതിൻ്റെ പൊരുൾ യഥാർത്ഥത്തിൽ ഇന്നേതായാലും കോൺഗ്രസും BJP മനസ്സിലാക്കാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ഞാൻ പറയുന്നത് തിരിച്ചറിവിൻ്റെ രാഷ്ട്രീയം കുറേ ആളുകളിലേക്കൊക്കെ വരുന്നുണ്ട്. കാരണം ഗോവ ഗവർണർ അദ്ദേഹം ഗോവ ഗവർണർ എന്നപ്പോഴത്തേക്ക് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സീനിയർ BJP നേതാവാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതൊന്നുമല്ല ജനം വിശ്വസിക്കുന്നത്. ജനം വിശ്വസിക്കേണ്ടത് അവരനുഭവിക്കുന്ന വികസന കാഴ്ച അല്ലെങ്കിൽ വികസനങ്ങളും അവരുടെ മുൻപിലേക്ക് വരുന്ന ജീവിത സാഹചര്യങ്ങളുമാണ്. അത് കൃത്യമായി മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും 6 ആളുകളുടെ അധികം പിന്തുണയോടെ അധികാരത്തിൽ വന്നതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഫലം പോലും വളരെ ഗൗരവമായ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സൂചനയാണ് ശ്രീധരൻപിള്ള പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ അതെ. ഇല്ല, എനിക്കൊന്ന് ശ്രീധരൻപിള്ള ഇത് മനസ്സിലാക്കുന്നുണ്ട്. കുറച്ചും കൂടി വിശാലമായ രാഷ്ട്രീയം അയാൾക്കുണ്ട്. ഈ സമീപകാലങ്ങളൊക്കെ നമ്മൾ കണ്ടു, സമീപകാലത്തൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു. അദ്ദേഹം വെറുതെ അടിക്കടി കേരളത്തിൽ വന്നു പോകുന്ന ആൾ മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തോടുള്ള ഒരു, എനിക്ക് തോന്നുന്നു ആ സുവർണാവസരത്തിലാണ് ശ്രീധരൻപിള്ളയ്ക്ക് ഒരു തിരിച്ചറിവ് വന്നത്. അതെ 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 അതെ. അപ്പോൾ ഇപ്പോൾ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം അത്ര പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളല്ലേ വരുന്നത്. പക്ഷേ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു തദ്ദേശത്തിലാണ് ഏറ്റവും നന്നായിട്ട് രാഷ്ട്രീയം പറയുന്നത്. കാരണം ഒരു വീട്ടിൽ ഒരു 5 തവണയെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകർ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞത് മാത്രമല്ല മനു, അതിലെ വിഷയങ്ങൾ ഇപ്പോൾ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർക്കാർ അതിൻ്റെ കാര്യത്തിൽ നിയമപരമായി പോരാടുന്നു, സമരം ചെയ്യുന്നു. ഇതെല്ലാം വിലയിരുത്തുന്ന ജനം, അത് പഞ്ചായത്തിലേക്കായാലും കോർപ്പറേഷനിലേക്കായാലും ലോക്സഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയങ്ങളിൽ വളരെ കൃത്യമായി UDFൻ്റെയും BJPയുടെയും സീറ്റുകൾ പിടിച്ചെടുക്കുന്ന, LDFൻ്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന ആ സമീപനം അത് വളരെ ഗൗരവമായൊരു ഇൻഡിക്കേറ്ററാണ് എന്നാണ് PS ശ്രീധരൻപിള്ള സൂചിപ്പിച്ചത്. അത് രാജഗോപാലിന് 2021 മനസ്സിലായത് അദ്ദേഹം 2024 പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്ഥാനാർത്ഥികളാക്കി കോൺഗ്രസ്സുകാരെ ആകർഷിച്ച് BJP പാളയത്തിലെത്തിക്കുന്ന ആ രാഷ്ട്രീയ ശൈലി, BJPയുടെ ദേശീയ രാഷ്ട്രീയ ശൈലി, കോൺഗ്രസിനെ അടപടലമേറ്റെടുക്കുന്ന BJPയുടെ രാഷ്ട്രീയ ശൈലി കുറേ കൂടി ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും പ്രാവർത്തികമാക്കുന്നു. അതിൻ്റെ സൂചന നമ്മളിപ്പോൾ എടുക്കുന്ന അതിൻ്റെയും AK ആൻ്റണിയുടെ മകൻ്റെയും അതുപോലെ തന്നെ മലപ്പുറത്തെ അബ്ദുൽ സലാമിൻ്റെയും UDFൻ്റെ ഭരണകാലത്ത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന UDF ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന ആളാണ്. നേരത്തെ കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ ആ രീതിയിൽ ഉണ്ടായിരുന്ന, അതെ, PSC ചെയർമാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പറഞ്ഞല്ലോ, AK ആൻ്റണി പത്തനംതിട്ടയിൽ പോയിട്ട് ചോദിക്കും, പറയുമോ അനിൽ ആൻ്റണിക്ക് വോട്ട് ചെയ്യരുത്, എന്ത് പറയും? ഏതായാലും പത്തനംതിട്ടയിലേക്ക് AK ആൻ്റണി പോകുന്നുണ്ടോ, ഏതൊക്കെ നേതാക്കൾ പോകുന്നുണ്ടോ, വളരെ ഗൗരവം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിക്കുമ്പോൾ പോലും അനിൽ ആൻ്റണി എന്നല്ല പറയുന്നത്, AK ആൻ്റണിയുടെ മകൻ എന്ന നിലയിൽ തന്നെയാണ് വലിയ തോതിൽ ചർച്ചയാവുന്നത്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. അത് കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന വലിയ ഘടകമാണ്. BJPയിലേക്ക് പോകുന്നത്. യെസ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സുകാരെ ഏറ്റെടുക്കുന്ന, BJPയുടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന, പവറും അതുപോലെ തന്നെ സീറ്റും പണവും ഒക്കെ നൽകുന്ന നിലയിലേക്കുള്ളൊരു വിപുലമായ പ്ലോട്ട് കേരളത്തിലും രൂപപ്പെടുന്നു എന്നതിൻ്റെ സൂചന, വ്യക്തത ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവരുടേതും നൽകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ആവുകയും ചെയ്യും. നമുക്ക് ഏതായാലും ഇന്നത്തെ വി ദ പീപ്പിളിലൂടെ അവസാനിപ്പിക്കാം. നാളെ കാണാം വീണ്ടും മറ്റൊരു വിഷയവും.